ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ നടക്കും. 25 രാജ്യങ്ങളിൽ നിന്നായി വിദേശികൾ ഉൾപ്പെടെ 3500 പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് മലയരയ മഹാസഭയും യോഗക്ഷേമ മഹാസഭയും അറിയിച്ചു. അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരിന്റെ കാപ്പട്യമെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. പമ്പ മണപ്പുറത്തെ പ്രധാന വേദിയിൽ നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി രാത്രി 8:30 പമ്പ മരാമത്ത് കോംപ്ലക്സിലെത്തി. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും പമ്പയിലെത്തി. അയ്യപ്പ സംഗമ പ്രതിനിധികൾ സന്നിധാനത്ത് പ്രവേശിച്ചാലും തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കുമെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. വരുന്ന ഭക്തർക്ക് ആർക്കും, അതായത് സാധാരണ വരുന്ന ഭക്തർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ദർശനത്തിനുള്ള സൗകര്യം ഈ പോലീസ് വിന്യാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് നാളെ ഫലപ്രദമായിട്ട് നടപ്പാവുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സുരക്ഷയ്ക്കായി 1500 പോലീസുകാരെ പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ സംഗമം തികഞ്ഞ കാപട്യമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് ഈ പരിപാടി. അയ്യപ്പനെ വെച്ച് പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കരുതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആത്മാർത്ഥത ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട്, വിശ്വാസികളോട്, ആ കാട്ടുനീതി കഴിഞ്ഞ് 8 വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് കാപട്യം അല്ലാതെ എന്താ പറയുക? അയ്യപ്പ സ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം, കപട രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് മലയരയ മഹാസഭ അറിയിച്ചു. മകരജ്യോതി തെളിയിക്കുന്നതടക്കമുള്ള സമുദായത്തിന്റെ നിരവധി അവകാശങ്ങൾ ദേവസ്വം ബോർഡ് കവർന്നെടുത്തെന്ന് മലയരയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഔദ്യോഗിക ക്ഷണമില്ലാത്തതിനാൽ യോഗക്ഷേമ സഭയും അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കും. മീഡിയ 1 പത്തനംതിട്ട.